കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രോത്സവത്തിനിടെ തെയ്യത്തിന്റെ അടിയേറ്റ് യുവാവ് അബോധാവസ്ഥയിലായി. രാത്രിയിൽ ആണ് ഈ രീതിയിലുള്ള സംഭവം ഉണ്ടാകുന്നത്. യുവാവിന് ഈ തെയ്യത്തിന്റെ അടിയേൽക്കുന്നത്. അടിയേറ്റ പ്രദേശവാസിയായ മനു എന്ന യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, എന്തായാലും ഈ അടിയേറ്റ യുവാവിൻ്റെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഭയം തോന്നും. തെയ്യം അതിശക്തമായ രീതിയിലാണ് ഈ ചെറുപ്പക്കാരനെ അടിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? ടോമേ, വടക്കൻ കേരളത്തിൽ ഇത് തെയ്യാട്ട സീസണാണ്. നിരവധി ക്ഷേത്രങ്ങളിലും മറ്റും ഇത്തരത്തിൽ തെയ്യങ്ങൾ അത്തരത്തിൽ വലിയ തോതിൽ കെട്ടിയാടുന്ന ഒരു സമയമാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം നീലേശ്വരം പള്ളിക്കര പാലേര കീഴിൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിൽ നടന്ന പൂമാരുതൻ തെയ്യം, അതായത് രാത്രിയാണ് ഈ പൂമാരുതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഉണ്ടായത്. ഈ പ്രധാനമായും ഈ പൂമാരുതൻ തെയ്യം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ സമയങ്ങളിൽ അത് വലിയ തോതിൽ ഇത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് ആളുകൾ കൂകി വിളിച്ച് തെയ്യത്തെ പ്രകോപിപ്പിക്കും. അപ്പോൾ തെയ്യം ഭക്തരെ ഇത്തരത്തിൽ മാറ്റുന്ന ഒരു സാഹചര്യമാണ്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് നമുക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിൽ മനു എന്ന് പറയുന്ന പ്രദേശവാസിയായ യുവാവ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ തെയ്യത്തിനെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നു. പിന്നീട് തെയ്യം കയ്യിലുണ്ടായിരുന്ന പരിച ഉപയോഗിച്ചാണ് തലക്കാണ് അടിയേൽക്കുന്നത്. അടിയേറ്റ സമയം തന്നെ കിണറിന് തൊട്ട് സമീപം ഒരു കിണറും കാണാം. കിണറിന് സമീപം ബോധരഹിതനായി വീഴുന്ന സാഹചര്യമാണ്. ഇയാളെ ഏതായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഭാഗ്യം കൊണ്ട് തന്നെ ഇയാൾക്ക് മറ്റൊന്നും സംഭവിച്ചില്ല. തമേ, നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസത്തിന്റെ പേരിലും ആചാരത്തിന്റെ പേരിലും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുന്നു ഈ തെയ്യാട്ട് സീസണിൽ എന്നതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നീലേശ്വരം അഞ്ഞൂറ്റാൻ വീരർക്കാവിൽ ഇതേപോലെ രാത്രി ഉണ്ടായ മൂവാളൻ കുഴി ചാമുണ്ടിയുടെ വെള്ളാട്ടവുമായി ബന്ധപ്പെട്ട് തെയ്യം വലിയ തോതിൽ ഈ ഒരു ഉറഞ്ഞു തുള്ളുന്നതാണെന്ന് പറയും സാധാരണ. അങ്ങനെ ഉറഞ്ഞുള്ളുന്ന സമയത്ത് ഒരാളുടെ ഈ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം ഉപയോഗിച്ച് ഒരാളെ അടിക്കുകയും ആ മൂക്കിന്റെ പാലം പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ, നീലേശ്വരം പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിയുമായി പോയെങ്കിലും അത് തെയ്യമാണ് ഇത്തരത്തിൽ അടിച്ചത് എന്ന് പറഞ്ഞ് ആ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതായത് തെയ്യം കെട്ടിയ കലാകാരൻ അഞ്ഞൂറ്റാൻ കോതണ്ഡരാം ബാബു എന്ന് പറയുന്ന ആളായിരുന്നു. പക്ഷേ തെയ്യം ഞാനല്ല, ഇത് തെയ്യമാണ് ഇതെന്നായിരുന്നു പരാതി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് അഞ്ഞൂറ്റാൻ വീരർക്കാവിൽ ഇതേ ക്ഷേത്രത്തിൽ തന്നെ ഈ മൂവാളം കുഴി ചാമുണ്ടിയുടെ ഉറഞ്ഞ ആടുന്ന സമയത്ത്, കെട്ടിയാടുന്ന തുടക്കത്തിൽ വലിയ തോതിൽ പടക്കം പൊട്ടുകയും 6-7 പേരുടെ മരണത്തിനിടാക്കുകയും 100ഓളം പേർക്ക് തീപ്പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വലിയ സംഭവങ്ങൾ, ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നു. തെയ്യം കെട്ടുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വിശ്വാസങ്ങൾക്കും ആചാരത്തിനും അതീതമായി പ്രതീകാത്മകമായി ഒക്കെ ചില ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ വിശ്വാസത്തിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ആ യുവാവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ, ഈ തെയ്യത്തിന്റെ അടിയേറ്റ യുവാവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ഇത്തരം സംഭവങ്ങളിൽ, ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങളിൽ എന്ത് നടപടിയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്? ഇത് വിശ്വാസത്തിന്റെ പേരിലെന്ന് പറഞ്ഞ് ഇത് കേസുകളൊന്നും എടുക്കാതെ ഇത് എഴുതി തള്ളുന്ന സാഹചര്യമാണുള്ളത്. ടോമേ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ഞൂറ്റാൻ വീരർക്കാവിൽ കഴിഞ്ഞ സമയത്തുണ്ടായ വെടിക്കെട്ടും അപകടം തന്നെ. അതിൽ സംഘാടകർ, അതായത് ക്ഷേത്രത്തിലെ മുഴുവൻ ഭാരവാഹികൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവർക്ക് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തെയ്യം ഇത്തരത്തിൽ അടിക്കുകയും അല്ലെങ്കിൽ തെയ്യത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പരാതികളോ കേസുകളോ ഒന്നും വരാറില്ല. അത് നേരത്തെ ടോം പറഞ്ഞതുപോലെ തന്നെ ഇത് വിശ്വാസത്തിന്റെ ഭാഗം, ആചാരത്തിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം തെയ്യം കല കെട്ടുന്ന സമയത്ത് അയാൾ ഒരു
അയാളുടെ ഒരു വ്യക്തിത്വം അതൊരു ഇപ്പോൾ ഇത് പൂമാരുതൻ എന്നൊരു തെയ്യമാണ്. പക്ഷെ അതുമായിട്ട് ഈ ആള് പരാതി കൊടുക്കുന്നത് പൂമാരുതൻ തെയ്യത്തിന്റെ പേരിലായിരിക്കണം പരാതി കൊടുക്കേണ്ടത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ താനല്ല അത് ചെയ്തത്, അത് തെയ്യമാണ് എന്ന് പറഞ്ഞ ആ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ അത് അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇതിൽ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ തെയ്യം കലാകാരന്മാരും ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഇത് തെയ്യം പല ആചാരങ്ങളുണ്ട്. കണ്ണൂരിൽ 2023 തെങ്ങിന്റെ മുകളിൽ നിന്നും തെയ്യം തെങ്ങിന് മുകളിൽ കയറുന്ന തെയ്യമാണ്, ബപ്പിരിയൻ തെയ്യം എന്നാണ് പറയപ്പെടുന്നത്. ആ തെയ്യം തെങ്ങിന്റെ മുകളിൽ നിന്ന് ബാലൻസ് തെറ്റി താഴെ വീണ് അയാൾ ഇപ്പോഴും അദ്ദേഹം കിടപ്പിലാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഈ കായികമായ ഇതിന്റെ വ്രതം എടുത്താണ് ഈ തെയ്യം കെട്ടുന്നത്. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ ചില വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ അതിര് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് 3 ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഈ മൂവാളൻകുടി ചാമുണ്ഡി എന്ന് പറയുന്ന ഉഗ്രരൂപിണി. ഇത് ഭക്തർക്കിടയിൽ ഒരു 15 മിനിറ്റോളം വലിയ തോതിൽ ഭക്തർക്കിടയിലേക്ക് അത് ഓടി പോകും, അവരെ അടിക്കും. അതായത് കയ്യിലുള്ള ആയുധം മറ്റേ പരിചയം മറ്റും വെച്ച് അടിക്കും. അതിന് കണക്കായി തന്നെ ആളുകൾ ഇതിനെ കൂക്കി വിളിച്ച് ഈ തെയ്യത്തെ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആ ഒരു രീതി. അത് പ്രത്യേകിച്ച് രാത്രി നടക്കുന്ന ഈ വെള്ളാട്ടത്തിനാണ് വലിയ തോതിൽ അപകടം ഉണ്ടാകുന്നത്. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ ഈ സംഭവത്തിലും പരാതിയുമില്ല, ഇതിൽ കേസുമില്ല. ഇയാൾക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാളുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. കാരണം അത് തലയ്ക്ക് പിറകിൽ വളരെ മർമ്മപ്രധാനമായ സ്ഥലത്താണ് ഈ അടികൊള്ളുന്നത്. അയാൾ ആ സമയത്ത് തന്നെ അവിടെ ബോധം കെട്ട് വീഴുന്നതോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തെയ്യം അപ്പോഴും അത് വീണ്ടും അരങ്ങിൽ അത് കളിക്കുന്നത് നമുക്ക് അതിൽ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ കുറച്ച് ആളുകളെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ആശുപത്രിയിൽ കൊണ്ട് അയാളെ പ്രാഥമിക ചികിത്സ നൽകിയപ്പോൾ തന്നെ അയാൾക്ക് ബോധം തിരിച്ചിട്ടും ഭാഗ്യം കൊണ്ട് തന്നെ അയാൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല, അത് ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള തെയ്യം കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ തെയ്യം ഉറഞ്ഞാടുന്ന സമയത്ത് ഏത് രീതിയിലൊക്കെയാണ് അക്രമങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ആചാരത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരങ്ങൾ ഉണ്ടാവുക എന്നും പറയാൻ കഴിയില്ല, മർദ്ദനങ്ങൾ ഉണ്ടാവുക എന്നും പറയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ മരണം പോലും സംഭവിച്ചേക്കാം. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി ഇതേപോലുള്ള ഒരു തെയ്യം അത് അരങ്ങിലെത്തുമ്പോഴാണ് വലിയ തോതിൽ പടക്കം പൊട്ടിച്ചത്. പക്ഷേ ആളുകൾക്കിടയിലാണ്, ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ പടക്കം പൊട്ടിച്ച് ഈ തെയ്യത്തിനെ അരങ്ങിലെത്തിക്കുകയായിരുന്നു. തെയ്യം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ തോതിൽ പടക്കപ്പുരക്ക് തീപിടിക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പടക്കങ്ങളും പൊട്ടുന്നതും 7ഓളം ആളുകളാണ് അന്ന് തീപ്പൊള്ളലേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ ഇപ്രാവശ്യം ഏതായാലും കളിയാട്ടം ഉണ്ടായിരുന്നില്ല, വലിയ തോതിൽ വാർത്തയായതാണ്. ഏതായാലും ഈ സംഭവത്തിൽ പരാതിയില്ല, കേസുമില്ല. വ്യക്തമാണ്. KB ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ തന്നെ, അതിൻ്റെ ഭാരവാഹികൾ തന്നെ ഇടപെടുകയാണ് വേണ്ടത്.